ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്മേൽ പ്രകടമാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ. സങ്കീർത്തനം 77 ദൈവത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്യുന്നു: കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് സങ്കീർത്തകൻ അന്ന് ചോദിച്ചു വെച്ചത്. കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് എന്നിൽ പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുത്തെ കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചില പ്രതിസന്ധിയിലൂടെ, രോഗത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, കടബാധ്യതയുടെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളുടെ ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ അനേക നാൾ കടക്കേണ്ടി വരുമ്പോൾ നമ്മുടെ എല്ലാം ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ദൈവമേ ഇതൊന്നും ശമിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു ശമനം വരുന്നില്ല? ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ബലിയർപ്പിക്കുന്നു, ഒരുപാട് ദേവാലയങ്ങളിൽ ചെല്ലുന്നു, പക്ഷേ ഇതിനൊന്നും ഒരു ശമനം ഉണ്ടാവുന്നില്ല. ഇനി ഒത്തിരിയേറെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നു, ഒത്തിരി ധ്യാനം കൂടുന്നു, കൂടെ പ്രാർത്ഥിക്കുന്നു, ഒന്നിനും ഒരു ശമനം ഉണ്ടാവുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനും ചേച്ചിയും വിളിച്ചത് ഒന്ന് ഓർക്കുന്നു. അവരിങ്ങനെ ഒരു അപ്പോയിൻമെൻ്റൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനാ, ഒന്ന് സമയം കിട്ടുമോ? ഞാനിങ്ങനെ ഒരു ഞായറാഴ്ച വൈകിട്ട് വിളിച്ചോളാനൊക്കെ പറഞ്ഞ് ഞാൻ ടൈമൊക്കെ കൊടുത്തു. അന്നിങ്ങനെ വിളിച്ചിട്ട് ഇന്ന പോലെ ടൈം കിട്ടിയിരുന്നു, അതുകൊണ്ട് വിളിച്ചതാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പോൾ അവർ പറഞ്ഞു 13 വർഷമായി. അപ്പം കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ 12 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം 13 വർഷം 12 കുഞ്ഞുങ്ങൾ. ഞാനും ഒരുപാട് കുഞ്ഞുങ്ങൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുശേഷം അവർ പറഞ്ഞ കാര്യമാണ് 12 കുഞ്ഞുങ്ങളും ഭൂമിയിലില്ല, 12 കുഞ്ഞുങ്ങളും സ്വർഗത്തിലാണ്. ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. കാരണം 12 കുഞ്ഞുങ്ങളും അബോർഷനായിപ്പോയി. അവസാനത്തെ കുഞ്ഞിനെ അവരൊരു 5 മാസത്തോളം ക്യാരി ചെയ്തു. അതിന് ശേഷം ആ കുഞ്ഞും മരിച്ചു. അതിനെ മരിച്ചാണ് പുറത്തെടുക്കുന്നത്. അതുപോലെ ദുഃഖിക്കുന്ന ഒരു കുടുംബം. കാരണം ഒന്നിനും ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നില്ല. അവരിപ്പം ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഞങ്ങൾ എന്താ ഇനി തീരുമാനിക്കേണ്ടത്? ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കണോ, പ്രാർത്ഥിക്കണോ, മുമ്പോട്ട് പോകണോ? ആ ഒരു സംഭവത്തിലൂടെ അവരുടെ കരിയർ നഷ്ടപ്പെടുന്നു, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ എന്തുമാത്രം അവഗണനകൾ, വേദനകൾ അവർ സഹിക്കുന്നു. കുടുംബത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുന്നു, അവരുടെ ഭവനത്തിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ കുഞ്ഞുങ്ങളുമായിട്ട് താലോലിക്കുമ്പോൾ കാണുമ്പോഴുള്ള വേദന, ശരിക്കും ഞാൻ മനഃപൂർവ്വം തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ സുഹൃത്ത് വലയങ്ങളിലും കുഞ്ഞുങ്ങളുള്ളവരുണ്ട്. ഒരിക്കലും ഞാൻ
നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കില്ല. കാരണം അവർ നമ്മളോട് ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇന്ന് ഞാനിത് പറയുമ്പോൾ പോലും ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ശരിക്കും ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഹോദരി പെട്ടെന്ന് ഓടി വന്നു, അയ്യടാ ചക്കരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോൻ്റെ അടുത്തോട്ട് വരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് നമുക്ക് കാണാം. കാരണം അവർക്ക് വർഷങ്ങളായി ഒരു കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഉള്ളിലൊരു ചോദ്യം ഇതാണ്, എങ്ങനെ ഇനി മുമ്പോട്ട് എന്താ ചെയ്യേണ്ടത്, മുമ്പോട്ട് എങ്ങനെയാണ് പോകേണ്ടത്. ചിലർ ഇങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്. ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി ഒരായുസ് മൊത്തം അവർ കഷ്ടപ്പെടാറുണ്ട്, പക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റ് അവർക്ക് വേറെ എങ്ങോട്ടേലും മാറണം, വിൽപ്പന നടക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പോകുന്നു. ഒരുപാട് പേർ കൗൺസിലിങ്ങിന് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനത്തിന് കൂടുന്നു, ജപമാല ചൊല്ലുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിന് ഒരു ശമനം വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും രാത്രി ഇതുപോലെ നമ്മൾ പറയും, അതായത് കണ്ണ് ചിമ്മാൻ അവിടെ തന്നെ അനുവദിക്കുന്നില്ല, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല സ്വസ്ഥമായിട്ട്. അങ്ങനെയൊക്കെ സിറ്റുവേഷനിലൂടെ പലരും കടക്കും. അതിൽ സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. പിന്നെ ദൈവത്തോട് ഭയങ്കര കർത്താവ് ഇത് എന്തുകൊണ്ടിത് എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഇങ്ങനെ പകച്ച് നിൽക്കുന്നവരാണ്. അത് കഴിഞ്ഞ് വീണ്ടും ആ വചനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും നമ്മുടെ അവസ്ഥ, നമ്മൾ കർത്താവിനോട് പറയുന്ന കാര്യം തന്നെയാണ് സങ്കീർത്തനോട് പറയുന്നത്. കർത്താവേ, നീ എന്താ എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളഞ്ഞോ? നീ കരുണയില്ലാത്തവനാണോ? കരുണയുടെ വാതിൽ നീ അടച്ചോ? അത് എന്നിൽ എന്തെങ്കിലും പ്രസാദിക്കുന്നില്ലേ? അതിൻ്റെ കൂടെ തന്നെ പല സാഹചര്യത്തിലൂടെ നമ്മളിത് പലരോട് ഷെയർ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന ആൾ എടുക്കുന്ന മെൻറ്റാലിറ്റിയിൽ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില വാക്കുകൾ വീണ്ടും മുറിപ്പെടുത്തുന്ന വാക്കുകൾ. ശരിക്കും നമ്മുടെയൊക്കെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും അവരുടെ ഹൃദയത്തെ വീണ്ടും മുറിക്കരുതേ. ഒന്നാമതേ തകർന്ന് തരിപ്പണമായില്ലേ വന്നിരിക്കണത്. അവസാനത്തെ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു ആത്മാവിനെ ദൈവം കൊണ്ട് എത്തിക്കുന്നത്. അതിൻ്റെ ഹൃദയം അത്രമാത്രം തകർന്ന് തരിപ്പണമായി ഇരിക്കണ ഹൃദയത്തെ വീണ്ടും കത്തിയെടുത്ത് ബ്ലേഡ് എടുത്ത് കീറി മുറിച്ച് വിടരുത്. പണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സിസ്റ്ററുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്ററാണ്, നല്ല കൃപയുള്ള സിസ്റ്ററാണ്. പഞ്ചക്ഷതങ്ങളൊക്കെയുള്ള ഭയങ്കര അസാധാരണമായ കൃപയുള്ളൊരു സിസ്റ്റർ. ആ സിസ്റ്റർ പണ്ട് എൻ്റെയൊക്കെ ശുശ്രൂഷയുടെ തുടക്ക കാലഘട്ടത്തിൽ എന്നോടൊക്കെ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്ന ഒരു ഹൃദയത്തെ നമ്മൾ കീറി മുറിക്കാൻ പാടില്ല. കാരണം അത് സമാധാനം കിട്ടാതെ തകർന്ന് തരിപ്പണമായ വന്ന് നിൽക്കുന്നത്. സിസ്റ്റർ എന്നിട്ടൊരു ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നു. കാരണം ആരെങ്കിലും ഇങ്ങനെ ഒരു വിഷമമായിട്ട് പ്രതിസന്ധിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആ വ്യക്തിയെ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിലേക്ക് പറഞ്ഞു വിട്. എന്നിട്ട് ഈശോയെ നോക്കി ആ വ്യക്തിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ, ദൈവമേ, ഈ ലോകം തരാത്ത സമാധാനം എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് തരണമേ. ഒരു 50-100 പ്രാവശ്യം ഈശോയോട് നോക്കി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു വിടാൻ പറയും. അങ്ങനെ ഒരു വ്യക്തി ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവിനെ നോക്കി ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, ഈ ലോകം തരാത്ത സമാധാനം നീ എനിക്ക് തരണമേ, ഈ ലോകം തരാത്ത സമാധാനം നീ എനിക്ക് തരണമേ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് സമാധാനം തരുന്നു. അത് ഈ ലോകം തരുന്ന പോലെയല്ല. ഇനി ഇത് നിന്നിൽ നിന്ന് ആരും എടുത്തു കളയുന്നില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഈ ഒരു സമാധാനമാണ് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത പങ്കാളിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ഉപാധികളുണ്ട്. ഉപാധികൾ വെച്ചിട്ടുള്ള സമാധാനമോ അവരിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. പല പ്രതീക്ഷകൾ വെച്ചിട്ടേ അവർ നമ്മളെ ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യത്തുള്ളൂ. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുമ്പോൾ ആ ആശ്വാസം, കരുതലെല്ലാം അവിടെ നിൽക്കും. പക്ഷേ ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ ആ ഒന്നും നോക്കാതെ ആ സമാധാനം നിനക്ക് തരുന്നത്. അപ്പസ്തോലന്മാർക്ക് അവസാനം ഈശോ ബോണസായിട്ട് കൊടുത്തിട്ട് പോയതും ഈ ഒരു സമാധാനമാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഈ സമാധാനം നിങ്ങൾ സ്വീകരിക്കുവാൻ. ഇത് ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്നത്, ഇത് നിന്നിൽ നിന്ന് ആരും എടുത്തു കളയില്ല. ആ സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ, ആ ദൈവം തരുന്ന ആശ്വാസം, ദൈവം തരുന്ന സമാധാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റെന്ത് സഹനങ്ങളും അതിൻ്റെയും മുകളിലാണ് ഈ സമാധാനം നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. അത് കിട്ടാത്തതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഈ വ്യക്തികളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു.
ഈശോയെ, ഈ ലോകം തരാത്ത സമാധാനം എൻ്റെ ഹൃദയത്തിൽ നീ തരണേ. 10-50 പ്രാവശ്യം അത് ചൊല്ലി പ്രാർത്ഥിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് ആശ്വാസത്തിൻ്റെ തളിരുകൾ അത് കിളുത്ത് പൊങ്ങാൻ തുടങ്ങും. അവരോട് കൂടുതലൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആശ്വസിപ്പിച്ചങ്ങ് വിട്ടാൽ മതി. അത് വിട്ടിട്ട് നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ കുത്തി തോണ്ടി വീണ്ടും 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 കുറ്റബോധത്തിൻ്റെയും നിരാശയുടെയും പടുകുഴിയിലേക്ക് അവരെ നമ്മൾ പറഞ്ഞു വിടാൻ പാടില്ല. അവരെ നമ്മളിങ്ങനെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ധൈര്യപ്പെടുത്തി ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. പല യുവജനങ്ങളും എന്നോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടൊക്കെ ഞങ്ങൾ ഒത്തിരി തോന്നിവാസമൊക്കെ കാണിച്ചിട്ടുണ്ട്, ഞാൻ വെറും പാപിയാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ ഈശോ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ഞാൻ മറന്നു കളഞ്ഞു. ഈശോ പോലും മറന്നു കളഞ്ഞ ഒരു സാധനത്തിനെ നമ്മളെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കുറ്റബോധത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പല ജീവിതങ്ങളും ഇങ്ങനെ ദൈവത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക അനുദിനം. കർത്താവേ, എന്താ ഇത്? ഇതിനെപ്പോഴാണ് ഒരു ശമനം? അല്ലെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം എന്ന് നടക്കും? എത്രയോ ആലോചനകൾ വരുന്നു, കല്യാണം നടക്കുന്നില്ല. ഇനി ഒരു ജോലി കിട്ടുന്നില്ല. എത്രയോ പേരുടെ മുമ്പിൽ നമ്മൾ നാണം കെടുക. കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പഠിച്ചിറങ്ങിയിട്ട് ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇനി തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക, അതിനൊന്നും ഒരു ശമനം ഉണ്ടാവുന്നില്ല. ഇനി ബിസിനസ് 8 നില പൊട്ടുക, കടബാധ്യതയാണ്, പലിശ കൊടുത്ത് 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 മടുത്തു, ഇനി പറ്റുന്നില്ല, ആത്മഹത്യയുടെ വക്കിലൊക്കെ നിൽക്കുക. ആ സിറ്റുവേഷനിലും നമ്മൾ ദൈവത്തോട് മല്ലടിക്കുവാണ്. ദൈവമേ, ഇതെന്തുകൊണ്ട്? നിനക്കെന്നെ കരുണയില്ലേ? ആ സമയത്താണ് ദൈവം പറയണത്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തകൻ എഴുതി വച്ചിരിക്കുകയാണ്, ഈ നേരത്തെ പറഞ്ഞ വിലാപങ്ങൾക്കെല്ലാം കാരണം അത്യുന്നതൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമായിട്ടില്ല, അതാണ് അതിൻ്റെ കാരണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാലും ഇതേ ഒരു സിറ്റുവേഷനിലൂടെ പരിശുദ്ധ അമ്മയും കടന്നതാണ് അല്ലേ. ഒരു കന്യകയായ ഒരു പെണ്ണിൻ്റെ അടുത്തോട്ട് ഒരു മാലാഖ വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, നീ ഒത്തിരി കൃപയൊക്കെ നിറഞ്ഞവളാ, നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അല്ലേ. നമ്മുടെ മുഖത്ത് നോക്കിയും പലരും പറയാറുണ്ട്, ജോർജെ, നീ ഒത്തിരി കൃപയൊക്കെ നിറഞ്ഞവനാണ്, ഇനി ഒത്തിരി നന്മയൊക്കെ ഉള്ളവനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മളിങ്ങനെ അങ്ങ് പൊക്കി പറയുകയാണല്ലോ. അടുത്ത ഒരു സെൻറ്റൻസ് പറയുകയാണ്, അതായത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഒരു ഇടുത്തി ഇടുന്ന പോലെ അമ്മയുടെ തലയിലേക്ക് അതങ്ങ് ഇടുക. നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു ആത്മീയ മനുഷ്യരായി ആത്മീയ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ നമുക്കും ഇതുപോലെ ചില മുൻകരുതലുകൾ, ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീയ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വരും. ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നു, നീ ഒരുങ്ങിക്കൊള്ളുക. ഇതുപോലെ ഒരു ഇടുത്തി വീഴുന്ന പോലെ ചില സിറ്റുവേഷൻസൊക്കെ ജീവിതത്തെ ആട്ടി ഒലയ്ക്കാൻ പോകുന്നു, അതിന് നിന്നെ തയ്യാറാക്കിക്കൊള്ളുക. ഇതുപോലെ പരിശുദ്ധ അമ്മയോടും പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ആകെ ഭയങ്കര പ്രശ്നമായി. ഇത് അങ്ങോട്ടും എന്താ പറയണത്, ഭയങ്കര വിലാപമായി, ഭയങ്കര വിഷയമായി, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ് സംഭവിക്കണത്? മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണല്ലോ. ഞാനിതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി ഞാൻ മോശപ്പെട്ട ഒരു സ്ത്രീ അല്ലല്ലോ, എൻ്റെ പരിശുദ്ധിക്ക് ഇതുവരെ ഞാനൊരു ഭംഗം വരുത്തിയിട്ടില്ലല്ലോ, പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്താണ് മാലാഖ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്നിട്ടും ഒരു അനക്കമില്ല. വീണ്ടും പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇവിടെ സങ്കീർത്തനം പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ഈ ശക്തി പ്രകടമാകാത്തതാണ് നമ്മുടെ പല ചോദ്യത്തിനും ഉത്തരം കിട്ടാത്തതിൻ്റെ അവസ്ഥ. ഇതെന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവാത്തതിന് കാരണം ആ അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാത്തത് കൊണ്ടാണ്.
അതുതന്നെയാണ് മാലാഖ അമ്മയോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആ ശക്തി പ്രകടമാകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിലാവട്ടെ. അതിന് ഒരു സമർപ്പിക്കുകയാണ്. കാരണം ഒരു ഉത്തരം കിട്ടി. എന്തുകൊണ്ട് ഞാനിത് ടേക്കപ്പ് ചെയ്യണം? എന്താണ് ഇതിന് അകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവീക പദ്ധതി? എന്താണ്? ഒരു ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കാൻ പോകുന്നു, മാനവരാശിയുടെ രക്ഷകനായ ഈശോ മിശിഹ എന്നിലൂടെ ജനിക്കാൻ പോകുന്നു, ഞാൻ അതിന് കീഴ്വഴങ്ങിയേ പറ്റൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് പരിശുദ്ധ അമ്മയെ എത്തിച്ചത് ഈ അത്യുന്നതൻ്റെ ശക്തി അമ്മയുടെ ജീവിതത്തിൽ പ്രകടമായതുകൊണ്ടാണ്. ഇനി നമ്മളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ സംഭവിച്ചു. കാരണം 3 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവ് ഓരോ കാര്യങ്ങളും ഇവന്മാരെ പഠിപ്പിച്ചു കൊടുത്തു. ഇതിങ്ങനെയാണ്, മനുഷ്യപുത്രനാണ് ഞാൻ വന്നിരിക്കുന്നത് നിത്യജീവൻ ഉണ്ടാവാനാണ്, ജീവൻ സമൃദ്ധമായി ഉണ്ടാവാനാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഞാൻ നടക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നെ പിടിക്കും, പീഡിപ്പിക്കും, കുരിശിൽ കൊല്ലും, ഞാൻ മരിക്കും, 3-ാം ദിവസം ഉദ്ധാനം ചെയ്യും, എൻ്റെ രാജ്യത്തിന് അന്ത്യമില്ല, ഞാൻ മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാനാണ്, ഞാൻ വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും, നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും, പരിശുദ്ധാത്മാവിനെ തരും. എല്ലാ കാര്യങ്ങളും അന്ത്യനാളുകളെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച് A to Z കർത്താവ് ഇവർക്ക് പഠിപ്പിച്ച് വ്യക്തമാക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോ പറയാണ്, നമുക്ക് ജെറുസലേമിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ എന്നെ പിടിക്കും, വധിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കർത്താവേ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഇങ്ങനത്തെ പറച്ചിലൊക്കെ ഉതിർന്ന് വരാനായിട്ട് കാരണം ഈ അത്യുന്നതൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ പ്രകടമാകാതിരുന്നുകൊണ്ടാണ്. പക്ഷെ ആ സമയത്തും വേറൊരു വ്യക്തി പറഞ്ഞ് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. അത് വേറെ ആരുമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ തോമസ് ലീഗയായിരുന്നു. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ വിളി, ആ ഒരു ശക്തി പ്രകടമാകാൻ തുടങ്ങിയിരുന്നു തോമസിൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് കർത്താവ് ക്രൂശിക്കപ്പെടുന്നു, മരിച്ച് അടക്കപ്പെട്ട ആ ഒരു ശനിയാഴ്ച, ഉദ്ധാനത്തിനും ഈ പീഡാസഹനത്തിനും ഇടയ്ക്കുള്ള ഒരു ശനിയാഴ്ചയുണ്ട്. ആ ഒരു ശനിയാഴ്ച ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ദുഃഖ ശനിയാഴ്ചകൾ ആവർത്തിച്ച് വരാറുണ്ട്. കാരണം ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റാത്തൊരവസ്ഥ, സകല പ്രതീക്ഷകളും അസ്തമിച്ച ഒരു ശനിയാഴ്ച, സകല പ്രതീക്ഷകളും, സ്വപ്നങ്ങൾ തച്ചുടയ്ക്കപ്പെട്ട ഒരു ശനിയാഴ്ച. എനിക്ക് മന്ത്രിയാവാം, എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടും, രാജാവായിരിക്കും എന്നൊക്കെ കോട്ട കെട്ടിയിരുന്ന ശിഷ്യന്മാരുടെ സകല സ്വപ്നങ്ങളും തച്ചുടയ്ക്കപ്പെട്ട ഒരു ശനിയാഴ്ച, സകല പ്രതീക്ഷകളും തച്ചുടയ്ക്കപ്പെട്ട ഒരു ശനിയാഴ്ച. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ സകലത്തെയും ജയിച്ചു എന്ന് കരുതുന്ന വേറൊരു കൂട്ടത്തിൻ്റെ ഒരു ശനിയാഴ്ച. നമ്മുടെ ജീവിതത്തിലേക്ക് പലരും നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇനി പൊങ്ങി വരില്ല, അവൻ്റെ കാര്യം ഇതോടുകൂടി തീർന്നു, ഇനി അവൻ രക്ഷപ്പെടുന്നത് അസാധ്യമാണ്, കാരണം ഇനി അവന് കയറി വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന, അന്ന് യേശുവിൻ്റെ പതനത്തിൽ സന്തോഷിച്ചിരുന്ന ജനങ്ങളെപ്പോലെ തന്നെ, ഒരു ജനവിഭാഗത്തെ പോലെ തന്നെ നമ്മുടെ തകർച്ചയിലും സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്ത് നിന്ന് ഇതുപോലെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് ഞായറാഴ്ച, ഇറ്റ്സ് നോട്ട് ദ എൻഡ് ബട്ട് ഇറ്റ് ഈസ് ദ ബിഗിനിങ്, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. അപ്പം ഈ ശിഷ്യന്മാരുടെ അവസ്ഥ ഇതായിരുന്നു. കർത്താവിനെ പിടിച്ച് ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിലും ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയായി വിലപിക്കാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യും? വാട്ട് ദ നെക്സ്റ്റ്? സകല പ്രതീക്ഷകളും അസ്തമിച്ചല്ലോ, ഇനി എന്താ ചെയ്യുന്നത്? കാരണം നേതാവ് പിടിക്കപ്പെടുമ്പോൾ അണികൾ ചിതറിക്കപ്പെടും. ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ശിഷ്യന്മാർ കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഇവരുടെ മുക്കുവൻ പറഞ്ഞു, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. കാരണം പഴയ പണി എന്ത് ഉപേക്ഷിച്ചോ അതിലേക്ക് തന്നെ വീണ്ടും ചെല്ലുവാണ്. നമ്മളും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, പ്രതിസന്ധിയിലൂടെയൊക്കെ കടക്കുമ്പോൾ ഏതൊക്കെ പാപ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ കരകയറി വന്നിരിക്കുന്നത്, അതൊക്കെ വീണ്ടും 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 ആവർത്തിച്ച് ചെയ്യാൻ തുടങ്ങും. ഒരു കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോപമൊക്കെ നമ്മളെ വല്ലാണ്ട് വിഴുങ്ങും.
നമ്മൾ പല കുമ്പസാരത്തിലൊക്കെ ഏറ്റുപറഞ്ഞ് കൃപയൊക്കെ വാങ്ങിച്ച് ഒരു ശാന്തതയുടെ അനുഭവത്തിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഈ കോപം എന്ന് പറഞ്ഞ ഒരു ശക്തി വീണ്ടും ഉടലെടുത്ത് വരും. നമ്മൾ പോലും അറിയാതെ പല പാപത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴും. ചില ഒറ്റപ്പെടലുകൾ, മാറ്റി നിർത്തലുകളെയൊക്കെ ഓവർകം ചെയ്യാനാണ് നമ്മൾ പല തെറ്റുകളിലും പാപങ്ങളിലും ചെന്ന് നമ്മൾ പോലും അറിയാതെ വീഴുന്നത്. വീണ് 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 ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരിക്കാം ആദ്യമൊക്കെ അതിലേക്കൊക്കെ നമുക്കൊന്ന് നമ്മുടെ മനസ്സൊക്കെ ചായുന്നത്. പിന്നെ 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 അതൊരു തഴക്ക ദോഷമായി മാറുന്നു. അതിൻ്റെ കുറ്റബോധങ്ങൾ വീണ്ടും വീശാൻ തുടങ്ങുന്നു. അങ്ങനെ 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 മുമ്പോട്ട് പോകുന്നു. ഈ പത്രോസ് അപ്പോസ്തലൻ ശിഷ്യന്മാരൊക്കെ വീണ്ടും മീൻ പിടിക്കാൻ പോയതുപോലെ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിച്ചെല്ലുന്നു. ഒരു ഹോപ്പും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക്, പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ വഴുതി വീഴുന്നു. ആ സാഹചര്യത്തിൽ യേശു തമ്പുരാൻ ഈ കരയ്ക്ക് ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട് ഇവർ തിരിച്ചു വരുന്നത് നോക്കി. കാരണം ഇങ്ങനെ അപ്പവും അതുപോലെ മീനൊക്കെ ചുട്ട് ഇരിക്കുന്ന കർത്താവ്. ഞാനൊരു ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു വലിയൊരു മീനിൻ്റെ നടുക്കൂടി ഒരു കമ്പിയൊക്കെ കുത്തിക്കയറ്റി ഒരു കനലിൽ കർത്താവ് ഒരു മുഴുത്ത മീൻ ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഗ്രിൽഡ് ഫുഡ് എന്നൊരു കൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത് യേശു തമ്പുരാനാന്ന് തോന്നുന്നു ഈ ശിഷ്യന്മാർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പയ്യെ 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 ഈ ശിഷ്യന്മാരെ ഒരു ആശ്വാസ വാക്ക് ഈശോ കൊടുക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ ഈ വിലാപത്തിനൊക്കെ കാരണം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ജെറുസലേം വിട്ട് പോവരുത്. അവിടെയും ഈ അത്യുന്നതൻ്റെ ശക്തിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ ജെറുസലേം വിട്ട് പോവരുത്. പണ്ടിങ്ങനെ ശക്തി ധരിച്ച ഒരുത്തിയുണ്ട്, അവളുടെ പേര് മറിയം എന്നാണ്, അതെൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മയുടെ കൂടെ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. ശക്തി ധരിക്കുവോളം നിങ്ങൾ ജെറുസലേം വിട്ട് പോവരുത്. ആ ശക്തി പ്രകടമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ആ പഴയ ജീവിതമെല്ലാം അവർ മാറ്റിവെച്ച് പുതിയൊരു ജീവിതത്തിന് ഒരു തുടക്കം കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ സങ്കീർത്തകൻ ബാക്കി പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ആ ശക്തി പ്രകടമായി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. കർത്താവ് 3 വർഷം പഠിപ്പിച്ച ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവർ ഓർത്തെടുക്കാൻ തുടങ്ങി. പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ അനുസ്മരിക്കും. മരിച്ചവരെ പോലും ഉയർപ്പിച്ച അത്ഭുതത്തിലേക്ക് ശിഷ്യന്മാർ പതുക്കെ പതുക്കെ ചുവടുവെച്ച് നീങ്ങുന്നു. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട്? ശക്തി പ്രകടമാകുന്നതിന് മുമ്പ് അങ്ങയുടെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അങ്ങയുടെ വാഗ്ദാനം എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ നീ മറന്നുപോയോ എന്ന് ചോദിച്ചൊരു വ്യക്തി ശക്തി പ്രകടമായി കഴിയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട്? അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ, യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു. ദൈവമേ, സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു. അങ്ങേ കണ്ട് അഗാധം ഭയന്ന് വിറച്ചു. മേഘം ജലം വർഷിച്ചു, ആകാശം ഇടിമുഴക്കി. അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു. അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിൽ കാറ്റിൽ മാറ്റലി കൊണ്ട്. അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിറച്ചു. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. മോശയുടെയും അഹറോൻ്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ കടന്നു വരും. കാരണം ഓരോ സഹനത്തിൻ്റെ പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അനന്തമായ ഈ ജ്ഞാനത്തെ അത്യുന്നതൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരും. ആ ഒളിച്ചു വച്ചിരിക്കുന്ന ആ അനന്തമായ ജ്ഞാനമാണ് എൻ്റെ ഉള്ളിലെ ആ കൃപയെ തട്ടി ഉണർത്തുന്നത്, എൻ്റെ ഉള്ളിലെ കഴിവുകളെ തട്ടി ഉണർത്തുന്നത്. നമ്മളൊക്കെ വി ആർ ദ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ്. ഓരോ സാധ്യതകളാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അത് പുറത്തു വരണമെങ്കിൽ ഈ അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായേ പറ്റൂ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ വേണ്ടി, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പ്രകടമായതുപോലെ, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ പ്രകടമായതുപോലെ, വിശുദ്ധരുടെ ജീവിതത്തിൽ പ്രകടമായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും നിൻ്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി
ഉള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് തരണമേ. സ്വർഗം തുറക്കപ്പെടട്ടെ. അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കട്ടെ. ആമേൻ.